ഞാനതിന് സ്പിരിച്വലി അവേക്കൻഡായ ഒരാളല്ല. നമ്മളൊക്കെ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവേക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിയലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു, നിങ്ങളൊരു 5th ഇനീഷ്യേഷനിലേക്ക് എത്തി, 4th ഇനീഷ്യേഷൻ പൂർണ്ണമായി, ആ ലെവലിലേക്ക് എത്തുന്ന ആൾ നമ്മൾ പരമഹംസ എന്നൊക്കെ പറയും. പരമഹംസ യോഗാനന്ദ അല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് ആയ ആൾ എന്നൊക്കെ പറയുന്നതാണ് ഒരു അവേക്കനിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നിങ്ങളും ഞാനൊക്കെ ആ പ്രോസസ്സിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ വളരെ ചില്ലായി കമ്പനിക്കാരെ കൂടെ ഒക്കെ ഇങ്ങനെ ജോലി നടന്നൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു കോളിങ് ഉണ്ടാവുന്നത്. അപ്പം അതിന് മുന്നേ ഇങ്ങനെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഏതെങ്കിലും സ്വാമിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൻസ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉടായിപ്പ് സ്വാമിമാരാണെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ദൈവം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. അപ്പം അതാണ് നമ്മൾ അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ്, സംഭവിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അങ്ങനെ ഒരു അവേക്കനിങ് ഉണ്ടായി. പിന്നെ സ്പിരിച്വൽ ലീഗിലേക്ക് ഒരു സംഭവം ഉണ്ടാകുന്ന അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഗ്രോത്തും കാര്യങ്ങളും വന്നത്. ഇപ്പോൾ ഒരു 10-12 കൊല്ലമായി അടിപൊളിയായിട്ട് പോകുന്നു.